നമസ്കാരം. നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ മാസത്തിൽ 3 ഘട്ടങ്ങളിലായി നടത്തുമെന്ന് ഇലക്ഷൻ കമ്മീഷണർ. മൂലേപ്പാട് പുല്ലാനിച്ചാൽ പോൾപ്പടവ് KLDC അധികൃതർ സന്ദർശിച്ചു. കുന്നംകുളത്തെ പ്രളയ പുനരുദ്ധാരണ പദ്ധതികൾക്ക് 1 കോടി 7 ലക്ഷം രൂപയുടെ പദ്ധതി. കരിയാമ്പറയിൽ കുടിവെള്ള കിണറ്റിലേക്ക് മലിനജലം ഒഴുകുന്നതായി പരാതി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കണക്ടിവിറ്റി വർക്കിന്റെ ബ്ലോക്ക് തല ട്രെയിനിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും 5 വർഷം തികച്ച് CPM ഭരണസമിതി. വാർത്തകൾ വിശദമായി. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ മാസത്തിൽ 3 ഘട്ടങ്ങളിലായി നടത്തുമെന്ന് ഇലക്ഷൻ കമ്മീഷണർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളായി നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കോവിഡ് പോസിറ്റീവ് ആകുന്നവർക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും പോസ്റ്റൽ വോട്ടിംഗ് സൗകര്യമുണ്ടാകും. തെരഞ്ഞെടുപ്പ് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും. മാസ്ക്, ഗ്ലൌസ്, സാനിറ്റൈസർ, സാമൂഹിക അകലം പാലിക്കൽ എന്നിവ കർശനമായി നടപ്പാക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 ഘട്ടങ്ങളായിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. 1ാം ഘട്ടം ഡിസംബർ 8-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലും 2ാം ഘട്ടം ഡിസംബർ 10-ന് കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിലും 3ാം ഘട്ടം ഡിസംബർ 14-ാം തീയതി മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് തെരഞ്ഞെടുപ്പ്. വോട്ടെടുപ്പ് സമയം രാവിലെ 7 മണി മുതൽ ആരംഭിച്ച് വൈകിട്ട് 6 മണി വരെ തുടരും. എല്ലാ ജില്ലകളിലും വോട്ടെണ്ണുന്നത് ഡിസംബർ 16-നാണ്. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നവംബർ 12-ാം തീയതി പ്രസിദ്ധീകരിക്കും. അന്ന് തന്നെ റിട്ടേണിംഗ് ഓഫീസർമാർ എല്ലാ വാർഡിലെയും തെരഞ്ഞെടുപ്പിന് നോട്ടീസ് പ്രസിദ്ധീകരിക്കും. ക്രിസ്മസിന് മുമ്പായി പുതിയ ഭരണസമിതി അധികാരമേൽക്കും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് ഇത്തവണയും വോട്ടിംഗ് നടക്കുന്നത്. മൂലേപ്പാട് പുല്ലാനിച്ചാൽ പോൾപ്പടവ് KLDC അധികൃതർ സന്ദർശിച്ചു. മൂലാക്കാട് പുല്ലാനിച്ചാൽ കോൾപ്പടവ് KLDC അധികൃതർ സന്ദർശിച്ചു. മേഖലയിൽ കൃഷി ഇറക്കുന്നതിന് നേരിടുന്ന പ്രശ്നങ്ങൾ കർഷകർ പരാതിയായി നൽകിയ സാഹചര്യത്തിലാണ് അധികൃതർ സന്ദർശിച്ചത്. പടവിൽ നിന്നും ആനക്കുണ്ടിലേക്ക് സംഭരിക്കുന്ന വെള്ളം കൃഷിക്ക് ആവശ്യമായ സമയങ്ങളിൽ ലഭിക്കാത്തതും, പടവിൽ നിന്നും ആനക്കുണ്ടിലേക്ക് വെള്ളം കടന്നുപോകുന്ന കലുങ്കിന് ഉയരമില്ലാത്തതും, കോൾപ്പടവിലെ തോടുകൾ നവീകരിക്കാത്തതുമാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. വെട്ടിക്കടവ് മുതൽ പുല്ലാനിച്ചാൽ വരെ അധികൃതർ സന്ദർശിച്ച് വിലയിരുത്തി. പടവിലെ തോട് 1.5 കിലോമീറ്റർ വരെ നവീകരണം നടത്തുന്നതിനും മോട്ടോർ കെട്ടുന്നതിനും പടവിലെ തോട് മുറിച്ചു കടക്കുന്നതിന് കലുങ്ക് നിർമ്മിക്കുന്നതിനും അധികൃതർ നിർദ്ദേശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. വെള്ളം വറ്റുന്ന മാർച്ച് മാസത്തിൽ സ്ഥലം സന്ദർശിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചതായി പടവ് പ്രസിഡന്റ് സോണി സക്രിയയും സെക്രട്ടറി ND ശശിയും അറിയിച്ചു. പുല്ലാനിച്ചാലിന് വേണ്ടിയിട്ട് നമ്മൾ തോട് നവീകരിക്കാനും നമുക്ക് മോട്ടോർ ഷെഡ്, അതുപോലെ സൂയിസല്ല ഇപ്പോൾ സൂയിസിന്റെ പരിപാടിയില്ല, കലുങ്ക് തരാന്ന് അതിൽ അഭിപ്രായം പറഞ്ഞു. പിന്നെ 150 കിലോമീറ്റർ അല്ല 1.5 കിലോമീറ്റർ തോട് നവീകരിക്കാനായിട്ട്. പിന്നെ നമുക്ക് റാമ്പ് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. റാമ്പ് അടുത്ത ഈ മാർച്ചിലെ ഏപ്രിൽ കണ്ടിട്ട് അവർ വന്ന് ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ എഞ്ചിനീയർ സംസാരിച്ചപ്പോൾ ശരിയാക്കാന്ന് പറഞ്ഞു. കുന്നംകുളത്തെ പ്രളയ പുനരുദ്ധാരണ പദ്ധതികൾക്ക് 1 കോടി 7 ലക്ഷം രൂപയുടെ പദ്ധതി. കേരള പുനർനിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളങ്ങളും തോടുകളും വീണ്ടെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. പ്രളയബാധിത പ്രദേശങ്ങളുടെ പുനർജീവനത്തിന് 1 കോടി 7 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളാണ് കുന്നംകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്നത്. കൃഷിമന്ത്രി VS സുനിൽകുമാറാണ് ഓൺലൈൻ മുഖേന ഉദ്ഘാടനം നടത്തിയത്. ചെവന്നൂരിൽ കൈക്കുളം പുനരുദ്ധാരണത്തിന് 7 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. കുളത്തിന്റെ വശങ്ങൾ കെട്ടി പടവുകൾ നിർമ്മിക്കൽ, പാർശ്വഭിത്തി സംരക്ഷിക്കൽ എന്നിവ നടപ്പിലാക്കും. വേലൂർ മാങ്കുളത്തിന്റെ ആഴം വർദ്ധിപ്പിക്കൽ, 3 മീറ്റർ ഉയരത്തിൽ സംരക്ഷണഭിത്തി നിർമ്മിക്കൽ എന്നിവയ്ക്ക് 2,12,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. കാട്ടകാമ്പാലിൽ എരിഞ്ഞാപ്പാടം തോടിന്റെ വീതി വർദ്ധിപ്പിക്കും. 240 മീറ്റർ നീളത്തിൽ ഭൂവസ്ത്രം വിരിക്കും. 18,92,000 രൂപയാണ് ഇതിന് നൽകുന്നത്. എരുവപ്പെട്ടി പുളിക്കൽ തോടിന്റെ പുനരുദ്ധാരണത്തിന് 15 ലക്ഷം രൂപ വകയിരുത്തി. ആഴവും വീതിയും കൂട്ടി 90 മീറ്റർ നീളത്തിൽ പാർശ്വഭിത്തി സംരക്ഷിക്കും. കടങ്ങോട് സീതാർ തോട് പുനരുദ്ധാരണത്തിന് 36,94,000 രൂപ നൽകിയിട്ടുണ്ട്. 900 മീറ്റർ നീളത്തിൽ ആഴവും വീതിയും വർദ്ധിപ്പിക്കും. 200 മീറ്റർ
നീളത്തിൽ കയർ ഭൂവസ്ത്രം വിരിക്കുകയും ചെയ്യും. കടവല്ലൂരിൽ പുളിയറത്തോടിന് പുനരുദ്ധാരണത്തിന് 26,96,000 രൂപ ചെലവഴിക്കും. 990 മീറ്റർ നീളത്തിൽ ആഴവും വീതിയും വർദ്ധിപ്പിക്കും. കയർ ഭൂവസ്ത്രം വിരിക്കാനുള്ള തുകയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചടങ്ങിൽ AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. ഓരോ പഞ്ചായത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കരിയാമറയിൽ കുടിവെള്ള കിണറ്റിലേക്ക് മലിനജലം ഒഴുകുന്നതായി പരാതി. കടകമ്പൽ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് കരിയാമ്പ്രയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ഉപയോഗശൂന്യമായ കിണറിൽ നിന്നും മലിനജലം കുടിവെള്ള കിണറ്റിലേക്ക് ഒഴുക്കുന്നതായി പരാതി. കരിയാമ്പ്ര സ്വദേശിയായ വലിയത്ത് വീട്ടിൽ രവി, ഭാര്യ ബിന്ദു എന്നിവരാണ് ഇത് സംബന്ധിച്ച് പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും പരാതി നൽകിയത്. എന്നാൽ പരാതിക്ക് വേണ്ട നടപടി അധികൃതർ സ്വീകരിച്ചില്ലെന്നും ഇവർ ആരോപിച്ചു. 15 വർഷത്തിലധികമായി ആൾതാമസമില്ലാത്ത വീട്ടിൽ കഴിഞ്ഞ വർഷമാണ് സ്വകാര്യ വ്യക്തി താമസമാക്കിയത്. വീടിന് സമീപത്തെ മരങ്ങളും പാഴ്ചെടികളും വൃത്തിയാക്കി തറയും മറ്റ് മാലിന്യങ്ങളും ഉപയോഗശൂന്യമായ കിണറിൽ തള്ളുകയായിരുന്നു. കാലവർഷത്തിൽ കിണറിൽ വെള്ളം ഉയരുകയും മാലിന്യങ്ങൾ ചീഞ്ഞ് ദുർഗന്ധം വമിച്ചിരുന്നതായും രവി പറഞ്ഞു. പിന്നീടാണ് തന്റെ കിണറിലെ വെള്ളത്തിന് രുചിമാറ്റവും ദുർഗന്ധവും വരാൻ തുടങ്ങിയത്. പിന്നീട് വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെയായി. സ്വകാര്യ വ്യക്തിയോട് നിരവധി തവണ പറഞ്ഞിരുന്നുവെങ്കിലും ഫലം കണ്ടില്ല. പിന്നീട് ഇത് സംബന്ധിച്ച് പഞ്ചായത്തിനും ആരോഗ്യ വിഭാഗത്തിനും പരാതി നൽകി. ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം കിണറിലെ വെള്ളം പരിശോധിച്ചു. വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ലെന്നായിരുന്നു ലാബ് പരിശോധനാ ഫലം. എന്നാൽ മറ്റൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചില്ലെന്ന് രവിയും സഹോദരൻ ബാലനും പറഞ്ഞു. വെള്ളം ഉപയോഗിക്കാൻ പറ്റാതായതോടെ മറ്റൊരു വീട്ടിലെ കിണറിനെയാണ് ഇവർ ആശ്രയിക്കുന്നത്. വേനലിൽ വെള്ളം വറ്റുന്നതോടെ വെള്ളത്തിനായി എന്ത് ചെയ്യണമെന്ന് അറിയില്ലെന്നും ഇവർ പറഞ്ഞു. ഉപയോഗശൂന്യമായ കിണർ മൂടുന്നതിനും മലിനജലം ഒഴുക്കുന്നത് കണ്ടെത്തി പരിശോധിക്കുവാനും ആരോഗ്യ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. വെള്ളം കൂടി ജൂലൈ 7-ാം തീയതിയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ഞാൻ സ്ഥലത്തില്ലാത്ത ആളാണ്. എൻ്റെ ഭാര്യയാണ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പരാതി കൊടുത്തിട്ട് വെള്ളം ഇവിടെ ഹെൽത്ത് സെന്ററിൽ പഞ്ചായത്തിന് വന്നിട്ട് ഹെൽത്ത് സെന്ററിൽ ഒരു പരിശോധന റിപ്പോർട്ടൊക്കെ വന്നു. അത് വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റുന്ന വെള്ളമല്ല, ഞങ്ങൾ യോഗ്യ വെള്ളമല്ല അത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് അതൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവർ ക്ലോറിൻ ചെയ്യാൻ പറഞ്ഞു. അതെല്ലാം ചെയ്തു. എന്നിട്ടും വെള്ളത്തിൻ്റെ സ്ഥിതി അതന്നെ, അതിലൊരു മാറ്റം വന്നിട്ടൊന്നുമില്ല. എൻ്റെ ഹെൽത്തിൽ നിന്ന് ഇൻസ്പെക്ടർ വന്നിട്ട് പറഞ്ഞു കിണറ്റിലെ മാലിന്യങ്ങളെടുത്ത് മാറ്റിയിട്ട് കിണർ തൂർത്ത് കൊടുക്കണമെന്ന് അയാളുടെ അടുത്ത് പറഞ്ഞു. ഇതുവരെയായിട്ടും അയാളുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ പറഞ്ഞ അയാൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ് എന്നോട് കിണർ തൂർത്ത് കൊടുക്കാൻ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഏറെ പുതുമകളുമായി വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന്റെ പുതിയ സ്ഥാപനം കുന്നംകുളത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാളിലാണ് വിവിധ ബ്രാൻഡഡ് ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, പ്രിന്റേഴ്സ്, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ. നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വ്യത്യസ്ത മോഡലുകൾ, മികച്ച സ്റ്റാഫുകളുടെ സേവനം, അതിവേഗ ലോൺ സൗകര്യം, സുരക്ഷിതമായ കമ്പ്യൂട്ടർ സർവീസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഇൻഷുറൻസ് പരിരക്ഷ, ഹോം ഡെലിവറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ്, തൃശൂർ റോഡ്, AB മാൾ, കുന്നംകുളം. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാ പാക്ക് മാത്രമാണ്. റോജാ പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാ പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാ പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാ പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM & Sons ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ് കുന്നംകുളം. ഫോൺ 9446145776 9446145778. വാർത്തകൾ തുടരുന്നു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കളക്ടറേറ്റ് വർക്കിന്റെ ബ്ലോക്ക് തല ട്രെയിനിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്തു.
കുടുംബശ്രീ ജില്ലാ മിഷൻ ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ കണക്ട് ടു വർക്ക് ബ്ലോക്ക് തല ട്രെയിനിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം നടത്തി. മന്ത്രി AC മൊയ്തീൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സതീശൻ അധ്യക്ഷനായി. പരിപാടിക്ക് CDS ചെയർപേഴ്സൺ രജിത ഷിബു സ്വാഗതം പറഞ്ഞു. കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം ഓഫീസർ റജി തോമസ് പദ്ധതി വിശദീകരണം നടത്തി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA പ്രകാശൻ, വാർഡ് അംഗം ഷാഫി, സെക്രട്ടറി ജോൺ, മെമ്പർ സെക്രട്ടറി മായാദേവി, CDS അംഗങ്ങൾ ബ്ലോക്ക് കോർഡിനേറ്റർ സുജ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു. കുന്നംകുളം നഗരസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും 5 വർഷം തികച്ച CPM ഭരണസമിതി. 5 വർഷം കുന്നംകുളം നഗരസഭയുടെ എല്ലാ കൌൺസിൽ യോഗങ്ങളിലും അധ്യക്ഷത വഹിച്ചാണ് നഗരസഭാ അധ്യക്ഷ സീതാ രവീന്ദ്രൻ വിടവാങ്ങുന്നത്. കൌൺസിലിൽ ഭൂരിപക്ഷമില്ലാതെയാണ് ഇവരുടെ നേതൃത്വത്തിലുള്ള CPM ഭരണസമിതി കാലാവധി തികച്ചത്. 37 അംഗ കൌൺസിലിൽ 15 അംഗങ്ങൾ മാത്രമുള്ള CPM വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിലാണ് ഭരണ ചുമതലയേറ്റത്. സ്ഥിരം സമിതികളുടെ അധ്യക്ഷ സ്ഥാനം വോട്ടെടുപ്പിൽ പ്രതിപക്ഷം പിടിച്ചെടുത്തതോടെ ഭരണം ഏതു നിമിഷവും നിലം പൊത്തുമെന്ന സ്ഥിതിയായി. എന്നാൽ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുണ്ടായ അസ്വാരസ്യത്തെ തുടർന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിലുണ്ടായ പിളർപ്പാണ് CPMനെ തുണച്ചത്. BJPയുമായി നീക്കുപോക്കില്ലെന്ന് UDF നിലപാടെടുത്തു. ആരെയും പിന്തുണയ്ക്കുന്നില്ലെന്നായിരുന്നു കൌൺസിലിൽ 3 അംഗങ്ങളുള്ള RMP നിലപാട്. ഭരണസമിതിക്ക് ഇത് നേട്ടമായി. ഇതിനിടെ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ BJP പിന്തുണയോടെ നേടിയ സ്ഥാനങ്ങൾ രാജിവെക്കാതിരുന്ന 3 സ്ഥിരം സമിതി അധ്യക്ഷന്മാർ അടക്കമുള്ള കൌൺസിലർമാരെ കോൺഗ്രസ് പുറത്താക്കി. ഇവർ പിന്നീട് CPM ഭരണസമിതിയെ പിന്തുണച്ചതോടെ അധ്യക്ഷ സീതാ രവീന്ദ്രൻ, ഉപാധ്യക്ഷൻ PM സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് ഭരണം സുഗമമായി. സഹായിച്ച കോൺഗ്രസ് വിമതരെ വഴിയിൽ ഉപേക്ഷിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് CPM ഇവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റും വാഗ്ദാനം ചെയ്തതായാണ് സൂചന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ മാസത്തിൽ 3 ഘട്ടങ്ങളിലായി നടത്തുമെന്ന് ഇലക്ഷൻ കമ്മീഷണർ. മൂലേപ്പാട് പുല്ലാനിച്ചാൽ പോൾപ്പടവ് KLDC അധികൃതർ സന്ദർശിച്ചു. കുന്നംകുളത്തെ പ്രളയ പുനരുദ്ധാരണ പദ്ധതികൾക്ക് 1,07,00,000 രൂപയുടെ പദ്ധതി. കരിയാമറയിൽ കുടിവെള്ള കിണറ്റിലേക്ക് മലിനജലം ഒഴുകുന്നതായി പരാതി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കണക്ട് ടു വർക്കിന്റെ ബ്ലോക്ക് തല ട്രെയിനിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും 5 വർഷം തികച്ച CPM ഭരണസമിതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി. Audio Jungle.